നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ്. വടക്കും ഭാഗത്താണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ലിസി റബ്ബേഴ്സ്. ഏകദേശം 2016 മുതൽ ഈ ഭാഗത്തെ ജനങ്ങൾ ഈ കമ്പനി മൂലം വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ഒരു ദിവസം പോലും ഇവർക്ക് ഇവിടെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് പ്രധാനം. അതുകൂടാതെ സമീപത്തെ ജലസ്രോതസ്സുകളെല്ലാം ഈ കമ്പനിയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിയത് മൂലം അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഒഴുക്കിയത് മൂലം മലിനപ്പെടുന്നു എന്നുള്ള ഒരു സ്ഥിതിയും ഇവിടെയുണ്ട്. ഇതേ തുടർന്ന് ഈ പ്രദേശവാസികൾ ഇപ്പോൾ പരസ്യ പ്രക്ഷോഭത്തിന് തയ്യാറായിട്ടുണ്ട്. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ലിസി റബ്ബേഴ്സ് എന്ന് പറഞ്ഞ വടക്കം ഭാഗത്തൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ വളരെ അതിരൂക്ഷമായ ജല മലിനീകരണം ആ ഒരു പ്രക്രിയ കൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ പ്രദേശവാസികൾ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ജലത്തിലൂടെയും വായുവിലൂടെയും ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സന്ധ്യാസമയത്ത് പകൽ പല സമയങ്ങളിലുണ്ട്. സന്ധ്യാസമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് അത്രയ്ക്ക് ശക്തമായ രൂക്ഷമായ മണമാണ് വരുന്നത്. ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചാൽ അത് കഴിക്കാൻ പറ്റത്തില്ല. ശ്വാസമുട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. പല രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം പല രീതിയിലും അസ്വസ്ഥതകളാണ്. പലരും പല സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ ഒരു എൻക്വയറിക്ക് വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ അവർ വന്ന് അവരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ സാധിച്ചു. ഈ പരിസരത്തുള്ള 2-3 കിണറുകൾ, ആ കിണറിലെ വെള്ളം കണ്ടാൽ ഓയിൽ കൊണ്ടുവന്നൊഴിച്ച് ഇട്ടിരിക്കുന്ന അതേ സ്റ്റേജിലാണ് ആ കുളങ്ങളൊക്കെ കിടക്കുന്നത്. തോട്ടിലേക്ക് ഈ കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒഴുകുന്ന ഇവർ ഒഴുക്കി വിടുന്ന പാല് പോലെ ഒഴുക്കി വിടുന്ന ജലം, അത് ഈ മഴയത്തല്ല, അത് ഒഴുകി നേരെ തോട്ടിലേക്കാണ് പോകുന്നത്. ആ തോട്ടിലെ വെള്ളം വളരെ മോശമാണ്. പണ്ടൊക്കെ ഞങ്ങളെ കാരണന്മാരൊക്കെ അലക്കാനും കുളിക്കാനും ഉപയോഗിച്ചിട്ടുന്ന വെള്ളമാണത്. അതിപ്പോൾ തോട്ടിലിറങ്ങി കൈകാല് കഴുകാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. പിന്നീടുള്ളത് ഈ മണത്തിൻ്റെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് അസഹനീയമാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് പല അധികാരികളുടെ അടുത്തും ഞങ്ങളിത് ബോധ്യപ്പെടുത്തുകയും പല സ്ഥലത്തും പരാതികൾ കൊടുക്കുകയും ഇതിനൊന്നും തക്കതായൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടാതെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ വരെ ഇതിനകത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ആ പഞ്ചായത്ത് സെക്രട്ടറിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തി പിറ്റേ ദിവസം തന്നെ ഇവർക്ക് പേപ്പർ ഒക്കെ ആക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് ഉപയോഗിച്ചു വരുന്ന ഈ തോടും മറ്റ് ജലസ്രോതസ്സുകളിലും ഈ ലിസി റബ്ബേഴ്സിൻ്റെ കീഴിൽ നിന്നുള്ള മലിനജലം ഒഴുക്കുന്നതുമായിട്ടും അതുമൂലം ഇവിടെയുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടും ഞങ്ങൾക്ക് ഓഫീസറെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ബാക്കിയത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിന് നല്ല രീതിയിലൊരു റിപ്പോർട്ടുമായി അവർ മുമ്പോട്ട് പോകാമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു റിപ്പോർട്ടുമായി അവർ മുമ്പോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. നാട്ടുകാരുടെ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കമ്പനി വക്താവിന്റെ പ്രതികരണം ഇങ്ങനെ: പ്രത്യേകിച്ച് പ്രതികരണമില്ല. അത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ട അവരുടെ രീതിയിൽ കൈകാര്യം ചെയ്തു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ നാട്ടുകാർ സംഘടിച്ചിരിക്കുകയാണ്. M4 മലയാളം, കോതമംഗലം.